മിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. അനന്തപത്മനാഭസ്വാമിയുടെ മണ്ണിൽ നിന്ന്, പത്മനാഭസ്വാമിയുടെ മുമ്പിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ കുറച്ച് ദിവസമായിട്ട് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നല്ലേ. ആത്മയോനി സ്വയം ജാതോ വൈഖാന സാമഗായന ദേവകീ നന്ദന സൃഷ്ടാക്ഷരീശ പാപനാശന ശംഖപ്രനന്ദഗീ ചക്രീശാർഗധനുവാഗതാധര രഥാംഗപാണി രക്ഷോഭ്യ സർവപ്രഹരണായുധ ശ്രീ സർവപ്രഹരണായുധ. ഇവിടെ നമ്മൾ എപ്പോഴും ചൊല്ലി നമസ്കരിക്കേണ്ടത് സഹസ്രനാമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പല അനുഭവങ്ങളും എനിക്കിങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ പത്മനാഭസ്വാമിയെ കുറിച്ച് പറയുമ്പോഴും ഈ ഒരു സഹസ്രനാമം തുടങ്ങിയാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് അവസാനിപ്പിക്കുന്ന ആ ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. അത് വേറൊന്നുമല്ല, എനിക്ക് വളരെ ചെറുപ്പത്തിൽ ഏതാണ്ട് ഒരു 15 വയസ്സ് പ്രായമുള്ളപ്പോൾ മുടങ്ങാതെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്ന ഒരു പതിവുണ്ടായിരുന്നു. എനിക്കന്ന് ബൈഹാർട്ടൊന്നും ആയിരുന്നില്ല കേട്ടോ. എല്ലാ ദിവസവും ചൊല്ലി നമസ്കരിക്കുക എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ സ്കൂൾ ടൂറിന് വന്നതാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക്. അപ്പം ഞാൻ കയ്യിൽ സഹസ്രനാമത്തിൻ്റെ പുസ്തകം എടുക്കാൻ മറന്നു. പക്ഷെ ആരെങ്കിലും ചൊല്ലുന്നത് കേട്ടാൽ എനിക്ക് ചൊല്ലാൻ പറ്റും. പക്ഷെ എനിക്ക് സ്വന്തമായിട്ട് ചൊല്ലാൻ അറിയില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം, അതായത് ഈ പോരുന്ന ദിവസം ഞാൻ ചൊല്ലിയിട്ടുണ്ട്, പിറ്റേ ദിവസം ഇവിടെയാണ്. അപ്പോൾ ആ ദിവസം ഫുൾ എനിക്ക് വിഷമമായിരുന്നു. അയ്യോ, എൻ്റെ ആ സഹസ്രനാമം ചൊല്ലലും മുടങ്ങുമല്ലോ. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇവിടെ സഹസ്രനാമം ചൊല്ലുന്നത് കേൾക്കാനിടയായി. അങ്ങനെ എനിക്ക് ആ സഹസ്രനാമം മുടങ്ങാതിരിക്കാൻ ഭഗവാൻ സഹായിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് വലിയ സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഒരു സന്തോഷമുള്ള ദിവസമാണ് ഇന്നും. കാരണം കുലശേഖര മണ്ഡപത്തിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. അപ്പം ഇന്നത്തെ ദിവസം എനിക്ക് കുലശേഖര മണ്ഡപത്തിൽ കയറണമെന്ന് വലിയ ആഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഹരിയോട് പറഞ്ഞപ്പോൾ ഒന്ന് കടന്നു നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അതിനകത്തേക്ക് പോയപ്പോഴാണ് മനസ്സിലായത്, രാവിലെ 8:30 മുതൽ 9:45 വരെ അവിടെ ഇരുന്ന് സഹസ്രനാമം 3 ആവർത്തി ചൊല്ലലുണ്ട് ഇന്ന്. അപ്പോൾ നമ്മളുടെ പേര് എഴുതി കൊടുത്താൽ നമുക്കും അവിടെ കയറി ഇരുന്ന് സഹസ്രനാമം ചൊല്ലാൻ പറ്റും. അവർ പുസ്തകം തരും, അപ്പോൾ നമുക്കതിൽ നോക്കി ചൊല്ലാം. അപ്പോൾ ഞാനും മനുവേട്ടനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇന്ന് 3 ആവർത്തി ഇവിടെ ഇരുന്നു കൊണ്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ സാധിച്ചു. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്രയും സന്തോഷമായിട്ടു. ആ ഒരു സന്തോഷം ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, വൈകുണ്ഠ നാരായണമൂർത്തിയെ സഹസ്രനാമം കൊണ്ട് തന്നെ ആയിരിക്കും സ്തുതിക്കേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹം സഹസ്രനാമ പ്രിയനായിരിക്കും അല്ലേ. അതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെയൊക്കെ സാധിച്ചതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്തായാലും ഇന്ന് അനന്തപുരിയിലെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ, അതായത് ശ്രീ പത്മനാഭസ്വാമിയെക്കുറിച്ച് ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞതൊക്കെ തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ കേട്ടോ. അതിൻ്റെ അവസാനം ഞാനൊരു പ്രോമിസൊക്കെ ചെയ്തിരുന്നു, അടുത്ത വർഷം വരുമ്പോൾ ഞാൻ കുറേ കൂടി മനസ്സിലാക്കുന്ന. പക്ഷേ എനിക്കത് ഒരു ഇഞ്ച് മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റിയിട്ടില്ല. എന്തായാലും ഈ വർഷവും എനിക്ക് ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് ഇവിടെ വന്ന് തൊഴാൻ സാധിച്ചു. അപ്പോൾ ഈ വർഷവും പുതുതായിട്ട് കുറേ മെമ്പേഴ്സ് ഉണ്ട് നമ്മുടെ കൂടെ. അവർക്ക് അവരുടെ അറിവിലേക്കായിട്ട് അനന്തപത്മനാഭസ്വാമിയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഭഗവാൻ. അനന്തശായി ആയിട്ട് ഭഗവാന്റെ തല തെക്ക് വശത്തേക്കാണ്, പാദം വടക്ക് വശത്തേക്കാണ്. ഇത് മാത്രമല്ല പ്രത്യേകത, ഗുരുവായൂർ ക്ഷേത്രത്തിലെ പത്മനാഭസ്വാമിയെ, അതായത് വൈകുണ്ഠനാരായണ മൂർത്തിയെ തൊഴുത ആളുകൾക്ക് മനസ്സിലാവും അവിടെ അനേകം പേരുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെയും അനേകം പേരുണ്ട്. ബ്രഹ്മാവുണ്ട്, വിഷ്ണുവുണ്ട്, ശിവനുണ്ട്. 3 പേര് ത്രിമൂർത്തികൾ എന്തായാലും ഉണ്ട്. എന്തായാലും മഹാവിഷ്ണുവാണ് ഇങ്ങനെ അനന്തശായി ആയിട്ട് കിടക്കുന്നത്. അനന്തൻ പാമ്പിൻ്റെ ഭണത്തിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ഭണം വിടർത്തിയ രൂപത്തിൽ ഭഗവാൻ അനന്തൻ്റെ മുകളിലാണ് ശയിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കയ്യെ നീട്ടി വെച്ച് കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന ചെയ്യുന്നുണ്ട് മഹാദേവന്. അപ്പോൾ എപ്പോഴും മഹാദേവനെ അർച്ചന ചെയ്യുന്ന ഭാവത്തിലാണ് ഇവിടെ മഹാവിഷ്ണുവിനെ കാണാൻ സാധിക്കുക. പോരാത്തതിന് അദ്ദേഹത്തിൻ്റെ നാഭീകമലത്തിൽ നിന്ന് ബ്രഹ്മദേവനുണ്ട്, പിന്നെ സൂര്യചന്ദ്രന്മാരുണ്ട്, സനകാദി മഹർഷിമാരുണ്ട്, യോഗേശ്വരന്മാരുണ്ട്, പിന്നെ ആയുധപുരുഷന്മാരുണ്ട്. ആയുധപുരുഷന്മാർ ആരൊക്കെയാണെന്നറിയോ? ശംഖചക്ര ഗദ പത്മധാരി. അതായത് പത്മം എന്നുള്ളതും ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഭഗവാന്റെ ആയുധങ്ങളാണ് അല്ലേ. ശംഖചക്രം ഗദ, ഇവർക്കൊക്കെ ആ ഒരു പുരുഷരൂപം വന്നാൽ എങ്ങനെ ഇരിക്കും? അവരാണ് ആയുധ പുരുഷന്മാർ. അവരവിടെ ഉണ്ട്. ഗരുഡ സാന്നിധ്യം നമുക്ക് അറിയാൻ സാധിക്കും. അതേപോലെ തന്നെ ഭഗവാന്റെ അടുത്ത് തന്നെ പഞ്ചപാണ്ഡവരെ കാണാൻ സാധിക്കും, അനേകം മഹർഷിമാരെ, സപ്തർഷിമാരെ കാണാൻ സാധിക്കും. ഇനി എല്ലാവരും കൂടി നിറഞ്ഞു നിൽക്കുകയാണ് ആ ശ്രീലകത്ത്. ഇവിടെയും ഈ ഇന്നലെ പറഞ്ഞ പോലെ തിരുവാട്ടാറിലെ പോലെ തന്നെ സാളഗ്രാമങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു വലിയ വിഗ്രഹം 12,000 സാളഗ്രാമങ്ങൾ കൊണ്ടാണ് ഇത്രയും നിർമ്മിച്ചിരിക്കുന്നത്. സാളഗ്രാമം ആണ്
കടും ശർക്കര ഉപയോഗിച്ചിട്ടാണ് ഇത്ര വലിയൊരു വിഗ്രഹം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഗ്രഹത്തിന് ദിവസേന അഭിഷേകമില്ല. കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് താഴെ വേറെ അഭിഷേക വിഗ്രഹം തന്നെയുണ്ട്, അവിടെയാണ് അഭിഷേകം നടത്താറുള്ളത്. ഇപ്പോൾ ഈ വിഗ്രഹത്തിന്റെ കാലപ്പഴക്കം കൊണ്ട് വന്ന കേടുപാടുകൾ തീർക്കാനായിട്ട് കഷായക്കൂട്ട് നിർമ്മിക്കുക എന്നൊരു ചടങ്ങ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അത് ഇന്നലെ മുതൽ, അതായത് വെള്ളിയാഴ്ച മുതലാണ് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. 19-ാം തീയതി മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി ആ കഷായക്കൂട്ടൊക്കെ നിർമ്മാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വിഗ്രഹത്തിലേക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് വിഗ്രഹത്തിലേക്ക് മാറ്റും. അപ്പോൾ ആ സമയത്ത് നമുക്ക് തൊഴാനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവൂത്രേ. ഇപ്പോൾ സാധാരണ സമയങ്ങളൊക്കെ തന്നെയാണ്. നല്ല തിരക്കുണ്ട് അമ്പലത്തിൽ. എന്നാൽ പോലും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചിങ്ങോട്ട് പോരേ വേണ്ടു കേട്ടോ. എല്ലാ ഈശ്വരന്മാരും നമ്മളിങ്ങനെ സ്വാഗതം ചെയ്യാൻ നിൽക്കുന്ന പോലെ തോന്നും. കാരണം തൊഴുത് നമസ്കരിച്ച് ശ്രീ ഗുരുവായൂരപ്പ കൂടെ വരണേ, എനിക്ക് നന്നായിട്ട് തൊഴാൻ സാധിക്കണേ എന്ന് പറഞ്ഞ് നമസ്കരിച്ച് പോകുന്നത്. എനിക്ക് വന്ന പിറ്റേ ദിവസം രാത്രിയിലെത്തിയത് ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ വളരെ ഭംഗിയായിട്ട് തൊഴുത് നമസ്കരിക്കാൻ സാധിച്ചു. മണ്ഡപത്തിൻ്റെ മുകളിൽ തന്നെ കയറി 3 ശിലകത്തും കണ്ട് തൊഴുത് എന്താ പറയുക, മനസ്സ് നിറഞ്ഞിട്ടാണ് തൊഴുതത്. അതേ മതം 30 വ്യാഴാഴ്ചയായിരുന്നു. അതേമാതിരി തന്നെ ഇന്ന് 20-ാം തീയതിയാണ് എപ്പിസോഡ് എത്തുന്നത്, എന്താണെന്ന് എനിക്കറിയില്ല. 20-ാം തീയതിയും ഇതുപോലെ മനോഹരമായിട്ട് തന്നെ തൊഴാൻ സാധിച്ചു. ആ മണ്ഡപത്തിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ. ഇവിടുന്ന് ഹരിയുണ്ട്, ഹരി സഹായത്തിനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹരി ഇവിടുത്തെ മുഖ്യ കാര്യക്കാരിൽ ഒരാളാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ എനിക്ക് തൊഴാൻ സാധിച്ചു. വളരെ സന്തോഷം തോന്നി. അതുമാത്രമല്ല, ഇന്നത്തെ പ്രത്യേകത, ഇന്ന് എനിക്ക് തമ്പുരാട്ടിയെ കാണാൻ സാധിച്ചു കേട്ടോ. ഇപ്പോഴുള്ള തമ്പുരാട്ടിമാരിൽ ഏറ്റവും തലമൂത്ത കാരണവർ സ്ഥാനത്തുള്ള തമ്പുരാട്ടിയെ ഇന്നെനിക്ക് കാണാൻ സാധിച്ചു. രാജകുടുംബാംഗത്തിന് ഇവിടെ കിട്ടുന്ന ഒരു ആദരവുണ്ടല്ലോ, വേറെ എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല അല്ലേ. അത്രയും ആദരവാണ് ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ അമ്പലത്തിലെ ക്ഷേത്രത്തിലെ എല്ലാവരും നൽകുന്നത് അല്ലേ. ഇവിടെ തൊഴാൻ വന്ന ഭക്തജനങ്ങൾക്ക് പോലും എന്തൊരു ആദരവാണ്. തലമുറകൾക്ക് മുൻപേ രാജഭരണം കഴിഞ്ഞതാണ്, അവസാനിച്ചതാണ് അല്ലേ. എന്നിട്ടും ഇന്നും അവർക്ക് അത്രയും ബഹുമാനം കിട്ടണമെങ്കിൽ എത്ര നല്ല ഭരണമായിരിക്കണം തിരുവിതാംകൂർ രാജാക്കന്മാർ ഇവിടെ ഈ ഒരു അനന്തപുരിയിൽ കാഴ്ചവെച്ചിട്ടുണ്ടാവുക അല്ലേ. അത്രയും ബഹുമാനം എത്രയോ വർഷങ്ങളായിട്ട് ഈ കാലഘട്ടത്തിലും ആളുകൾ നൽകുന്നുണ്ടെങ്കിൽ അത് വെറുതെ ഒന്നും ആവില്ല. അനന്തപുരിയുടെ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ചരിത്രം എടുത്തു നോക്കിയാൽ കേരളത്തിൽ തന്നെ ഏറ്റവും വേഗത്തിലും ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ അനന്തപുരി രാജാക്കന്മാരാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് വെറുതെ സാധിച്ചതുമല്ല കേട്ടോ. പത്മനാഭദാസന്മാരായിട്ടാണ് ഭഗവാന്റെ പാദത്തിൽ ഇരുന്നു കൊണ്ടാണ്, അല്ലെങ്കിൽ പാദം നമസ്കരിച്ചുകൊണ്ടാണ് അവരെ ഈ ഭരണം നടത്തിയിരുന്നത്. എന്തിനും ഏതിനും മുൻപിൽ എന്താ പറയുക, ഭഗവാന്റെ ശ്രീലകത്തിന് മുമ്പ് വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം ചെയ്യുന്ന സമ്പ്രദായമായിരുന്നു രാജകുടുംബാംഗങ്ങൾക്ക്. എത്രയോ വർഷങ്ങളായിട്ട്, തലമുറകളായിട്ട് അവരെ എന്നും തൊഴണം എന്നുള്ള ആ നിർബന്ധം കൂടി ഇവിടെ അതേപടി തന്നെ പിന്തുടരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തമ്പുരാട്ടി വന്നതും എനിക്ക് കാണാനുള്ളൊരു ഭാഗ്യം ലഭിച്ചത് കേട്ടോ. ഈ തമ്പുരാട്ടിയെ കാണുന്നത് ഇത്ര വലിയ ഭാഗ്യമാണോ എന്ന് ചിലരെങ്കിലും ചിന്തിക്കും. അവരൊരു രാജകുടുംബാംഗം, അവർ ആ കുടുംബത്തിൽ ജനിച്ചു, അതിനെന്താ അത്ര പ്രത്യേകത? അതല്ല അതിൻ്റെ പ്രത്യേകത. അവരുടെ ഭക്തിക്കാണ് പ്രത്യേകത, അവരുടെ ദൃഢനിശ്ചയത്തിനാണ് പ്രത്യേകത. എത്രയോ തലമുറകളായിട്ട് കൊണ്ടു നടക്കുന്ന ആചാരം ഇന്നും അവരെ പാലിക്കുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ അവർക്ക് അതിന് സാധിക്കുന്നത്. അവർ ഇപ്പോഴും വിനയപൂർവ്വമാണ് എല്ലാവരോടും പെരുമാറുന്നത്. അതൊക്കെ അവരുടെ പ്രത്യേകത തന്നെയാണ്. അങ്ങനെ എന്താ പറയുക, സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണം എന്നാണ് പറയുക. ആ സജ്ജനമാണ് എന്ന് അവരെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതും എനിക്കിന്ന് കിട്ടിയ വലിയ അനുഗ്രഹമാണ്. പിന്നെ എനിക്ക് മറ്റൊരു അനുഗ്രഹം കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് റാവൽജിയെ കാണാൻ സാധിച്ചു. മുൻപ് അധികാരത്തിലുണ്ടായിരുന്ന റാവൽജി എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ബദ്രീനാഥിലെ പൂജകൾ ചെയ്യുന്ന ആ മേൽശാന്തിയാണ് റാവൽജി എന്ന് പറയുന്നത്. ഈ ബദ്രീനാഥിലെ പൂജകൾ ചെയ്യുന്ന റാവൽജിക്ക് തിരിച്ച് നാട്ടിൽ വന്ന് വിവാഹിതനായി ജീവിക്കാൻ പാടില്ല കേട്ടോ. അവിടെ നിത്യബ്രഹ്മചാരിയായി ഭഗവാന്റെ അടുത്താണ്. 6 മാസം മാത്രമേ അവിടെ നട തുറക്കുള്ളൂ. ആ നട തുറക്കുന്ന സമയത്ത് അവർ പുറപ്പെടാശാന്തിയാണ്. അതല്ലാത്ത സമയത്തും അവിടെ പരിസരത്ത് തന്നെയാണ് താമസിക്കുക. എന്നാൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഒഴിഞ്ഞ് നാട്ടിൽ വന്ന് വിവാഹിതനായ ഗൃഹസ്ഥാശ്രമിയായി ജീവിക്കുകയാണ്. അങ്ങനെ വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം കേട്ടോ. എത്ര കാലം വേണമെങ്കിലും നമുക്ക് അവിടെ പൂജ ചെയ്യാം. ആ സമയത്ത് നിത്യബ്രഹ്മചാരി ആയിരിക്കണം, അല്ലെങ്കിൽ തിരിച്ചു വന്ന് വിവാഹം ചെയ്യാം. അപ്പം അദ്ദേഹം അടുത്ത റാവൽജിക്ക് കൈമാറ്റം ചെയ്ത് വിവാഹം ചെയ്ത് ഗൃഹസ്ഥാശ്രമിയായി താമസിക്കുന്ന റാവൽജിയാണ്. അപ്പം അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചു. അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചതിൽ എന്താ ഇത്ര പ്രത്യേകത സവിത?
ഗുരുവായൂർ ക്ഷേത്രത്തിലെ കീഴ്ശാന്തി കുടുംബാംഗങ്ങളൊക്കെ സവിതയുടെ കൂടെ ഇല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് അതിൽ വലിയ അഭിമാനമുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താന്ന് പറയട്ടെ, ബദ്രീനാഥില് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ധരിച്ചിരുന്ന പാദുകങ്ങൾ ഇന്നും ഉണ്ട്. നമുക്കെല്ലാം കണ്ടാലാണല്ലോ വിശ്വാസമാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കില്ലല്ലോ. അനുഭവങ്ങളൊന്നും നമുക്ക് പോരാന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ആ പാദുകങ്ങളെയൊക്കെ പൂജ ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുള്ള ആള് എന്ന രീതിയിൽ ആ റാവൽജിക്ക് ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ. ധ്യാനത്തിലിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ ഭാവമാണ് അവിടെ ബദ്രീനാഥിലുള്ളത്. ആ ധ്യാനത്തിലിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ഉപാസിച്ച, എത്രയോ കാലങ്ങൾ ഉപാസിച്ചിട്ടുള്ള ആ റാവൽജിയെ കണ്ട് പരിചയപ്പെടാൻ സാധിച്ചു. അതും വലിയ അനുഗ്രഹമാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഇനി ഇവിടുത്തെ വിശേഷങ്ങളിൽ മറ്റൊന്ന് പറയാനുള്ളത്, ഇവിടുത്തെ ഉപദേവതാ പ്രതിഷ്ഠയായിട്ട് അഗ്രശാല ഗണപതി ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഇവിടെ ഉപദേവതാ പ്രതിഷ്ഠ എന്നൊന്നും പറയരുത്, നാലമ്പലത്തിനകത്ത് തന്നെ ഉഗ്ര നരസിംഹമൂർത്തി ഉണ്ട് കേട്ടോ. യോഗ നരസിംഹമൂർത്തി എന്നാണ് പറയുക. ഈ യോഗ നരസിംഹമൂർത്തിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ ആ രൗദ്രഭാവം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹത്തിന്റെ രൗദ്രഭാവം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും നട തുറന്നിരിക്കുന്ന ഏത് സമയത്തും രാമായണ പാരായണം അദ്ദേഹത്തിന് കേൾക്കാൻ പാകത്തിന് അദ്ദേഹത്തിന്റെ നടക്കിലിരുന്ന ഒരു ബ്രാഹ്മണൻ ഇന്നും രാമായണ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കും, മുടക്കം വരാതിരിക്കാൻ. അതായത് അദ്ദേഹത്തിനെ ശാന്തനാക്കാൻ. അപ്പൊ രാമായണത്തിന്റെ പവർ ഒന്ന് ആലോചിച്ച് നോക്കൂല്ലേ. രാമായണ മാസം വരികയാണ്, അപ്പൊ അതും കൂടി നമ്മൾ അനുസ്മരിക്കേണ്ടതാണ് അല്ലേ. അപ്പോൾ എല്ലാ ദിവസവും അവിടെ രാമായണ പാരായണം ഉണ്ട്. എന്നിട്ടും ഇത്രയും കലിമൂത്ത കാലത്തായിട്ട് പോലും ഇപ്പോഴും ഇവിടുത്തെ CCTV ക്യാമറയിലൊക്കെ വെളുത്ത പ്രകാശം അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ശ്രീലകത്തിനകത്തേക്കും പുറത്തേക്കും വാതിൽ തുറക്കാതെ തന്നെ പ്രവേശിക്കുന്നതും പുറത്ത് കിടക്കുന്നതും ഒക്കെ കണ്ടവരുണ്ട് എന്ന് ഇവിടുന്ന് പലരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അതൊക്കെ അത്ഭുതം തന്നെയാണ്. അതേമാതിരി അശ്വത്ഥാമാവിൻ്റെ പ്രതിഷ്ഠയുണ്ട് ഇവിടെ, വേദവ്യാസന്റെ പ്രതിഷ്ഠയുണ്ട്. വേദവ്യാസന്റെ പ്രതിഷ്ഠയുണ്ട്, അതിൽ പ്രത്യേകിച്ച് അത്ഭുതങ്ങളില്ല. പക്ഷെ അശ്വത്ഥാമാവിന്റെ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ അത്ഭുതം തന്നെയാണ് അല്ലേ. അദ്ദേഹവും ഭഗവാൻ ശ്രീകൃഷ്ണനെ ചെന്ന് കണ്ടു വണങ്ങുന്നതിൻ്റെ ആ ഒരു ദൃശ്യങ്ങളൊക്കെ പലപ്പോഴും കാണാനിടയായിട്ടുണ്ട് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ ഇവിടുത്തെ ആ നിറചൈതന്യത്തിൻ്റെ ഒരു എന്താ പറയുക സാക്ഷികളാണ്. നമ്മൾ എന്തും കണ്ടാലല്ലേ വിശ്വസിക്കുള്ളൂ. അപ്പം അതൊക്കെ കാണുന്ന ആൾക്കാർ ഇന്നും ഇവിടെ ഉണ്ട്. അപ്പം അത്രയും ചൈതന്യമുള്ള ക്ഷേത്രമാണ്. ഒരിക്കലെങ്കിലും എല്ലാവരും വന്ന് തൊഴേണ്ടതാണ്. അപ്പോൾ പത്മനാഭസ്വാമിക്ക് നമസ്കാരം പറയുന്നു. പത്മനാഭസ്വാമിയുടെ പാദങ്ങളിൽ നമ്മൾ കൃഷ്ണാരിമിത്രങ്ങൾ എല്ലാവരും നമസ്കരിക്കുന്നു. എല്ലാവർക്കും ഇവിടെ വന്ന് തൊഴാനുള്ള ഒരു അവസരം ഭഗവാൻ ഒരുക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവരോഗ വിനാശന, സർവ പാപ വിനാശന, സർവ ദുഃഖ വിനാശന, സർവ സൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഒപ്പം ശ്രീ പത്മനാഭസ്വാമി ശരണം.